ദൈവനാമത്തിൽ വീണ്ടും ഏവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്കും ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഒക്കെ പല എപ്പിസോഡുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ബൈബിൾ പഠനം നടത്തി വരികയായിരുന്നു. മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനം എപ്പിസോഡുകളായി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ സമയം കുറവായി പോയി എന്നുള്ള ഒരു പരാതി ഉണ്ടായി. എന്നാൽ മലയാളത്തിൽ മാത്രം ഇത് കുറച്ച് ടൈം എടുത്ത് ഞങ്ങൾ ക്ലാസ് തരാമോ എന്ന് പലർ ചോദിക്കുകയുണ്ടായി. അതിനുള്ള ബന്ധത്തിൽ മലയാളത്തിൽ മാത്രമായിട്ട് എപ്പിസോഡ് തുടരുകയാണ്. മറുവശത്ത് ഹിന്ദിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ചില ഭാഗങ്ങൾ മാത്രം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ പറയുന്നത് മലയാളത്തിൽ മാത്രമാണ്. ഇതിൽ ശ്രദ്ധയോടുകൂടെ പഠിക്കണം, അനുഗ്രഹിക്കപ്പെടണം എന്ന അവസ്ഥയിൽ ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം അതിൻ്റെതായ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ എപ്പിസോഡിൽ പറയുവാനായി ആഗ്രഹിക്കുന്നത് തെറ്റായ ചിന്ത അഥവാ വെറും അന്ധവിശ്വാസം എന്ന വാക്കിന്റെ പിന്നിൽ ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ കാലം മുതൽ ആരംഭ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയില്ല. എന്നാൽ ഏകദേശം 100-125 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒന്നാം തലമുറക്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ആദ്യ പിതാക്കന്മാർ അഥവാ ഗുരുക്കന്മാർ വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകവും വായിക്കുവാൻ തുടങ്ങി. വായിച്ചു വന്നപ്പോൾ അവർക്ക് ഭയമുണ്ടായി, ചില പരീക്ഷകൾ ഉണ്ടായി എന്നവർ പറയുന്നു. അതിനോടുള്ള ബന്ധത്തിൽ അവർ പറയാൻ തുടങ്ങി, വെളിപ്പാട് പുസ്തകം വായിച്ചാൽ പോരാട്ടമാണ്, വെളിപ്പാട് പുസ്തകം വായിച്ചാൽ വലിയ കഷ്ടതയാണ്, പ്രശ്നമാണ്, പോരാട്ടമാണ്, രോഗമാണ്, പരിശോധനകളാണ്, അഗ്നിശോധനകളാണ്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അത് കേട്ട് പിൻതലമുറക്കാരും ഇത് പഠിക്കാൻ തുടങ്ങിയവരും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവരും പ്രസംഗത്തിന്റെ ആദ്യമായി തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് പൊതുവെ പറയാറുണ്ട്, വളരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പ്രസംഗിക്കാൻ പോകുന്നത്, പോരാട്ടം ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞുള്ളതായ കേൾവിയിൽ മനുഷ്യൻ അന്ധവിശ്വാസം അകത്ത് കയറി, അവിശ്വാസമുണ്ടായി. വെളിപ്പാട് പുസ്തകത്തിൽ കൈവച്ചാൽ, വായിച്ചാൽ, ചിന്തിച്ചാൽ, പഠിപ്പിച്ചാൽ, പ്രസംഗിച്ചാൽ പോരാട്ടമുണ്ടാകുമെന്നുള്ള ഒരു ദുർചിന്ത അകത്ത് കയറി. അതുകൊണ്ട് ആയിരിക്കാം മിക്കവാറും ആളുകൾ ഇതിൽ കൈവയ്ക്കാറില്ല. അത് ശരിയല്ല. കാരണം ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ദർശനം, ഈ വെളിപ്പാട് കാണിക്കുന്ന കർത്താവ് പറഞ്ഞു, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 65 പുസ്തകങ്ങൾക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു ഭാഗ്യവർണ്ണനയോടുകൂടെ, ഉറപ്പുള്ള വാഗ്ദത്തത്തോടുകൂടെ ആരംഭിച്ച അനുഗ്രഹത്തിന്റെ നിറവാണ് വെളിപ്പാട് പുസ്തകം. ശ്രദ്ധിക്കുക, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ, അതനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാകുന്നുവെങ്കിൽ ഈ പുസ്തകം വിശ്വാസയോഗ്യമായി വളരെ പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ വായിച്ചു തുടങ്ങുക, അത് ഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ധ്യാനിക്കുക, ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. ദൈവത്തിന്റെ അനുഗ്രഹം വായിക്കുന്ന ഒറ്റ വിശ്വാസികളായാലും ഉണ്ടാകുവാൻ കഴിയും. അത് ആ കുടുംബത്തിൽ ഉണ്ടാകും, ആ കുടുംബക്കാരായിരിക്കുന്ന സഭയിൽ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ബൈബിൾ വിശുദ്ധ സത്യവേദ പുസ്തകമാണ്. വിശുദ്ധ സത്യവേദ പുസ്തകം ദൈവത്തിന്റെ അരുളപ്പാടാണ്.
എബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്രകാരം പൊതുജനത്തിന് മുമ്പിൽ പറയുമായിരുന്നു, സർവ സൃഷ്ടികർത്താവായ ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം, അനുഗ്രഹം എന്ന് പറഞ്ഞ വിശുദ്ധ ബൈബിൾ എന്നാണ്. അന്നത്തെ എബ്രഹാം ലിങ്കനും ഇടയ്ക്ക് വന്ന ചില പ്രസിഡന്റുമാരും ഇപ്പോൾ ഭരണത്തിൽ വീണ്ടും കയറിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപും വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് വേദപുസ്തകത്തെ ദൈവത്തിന് വചനമായി അംഗീകരിച്ച് അത് വായിച്ച് ധ്യാനിക്കുന്നവരാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് 24 മണിക്കൂറും വേദപുസ്തകം കൊണ്ടു നടക്കുന്ന വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത്. തന്റെ സ്റ്റേജിൽ അത് കാണും, തന്റെ മേശപ്പുറത്ത് കാണും, തന്റെ യാത്ര ബാഗിൽ കാണും. അതൊക്കെ ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ട് ഇത് അനുഗ്രഹത്തിന്റെ പുസ്തകമാണ്. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം വായിച്ചത് കൊണ്ട് ആണ് ഇന്ന പോരാട്ടം ഉണ്ടായത് എന്ന് ഒരുവൻ പറയുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, വെളിപ്പാട് പുസ്തകവും വായിക്കാത്ത മറ്റ് ഇതര ക്രൈസ്തവരാകട്ടെ വേദപുസ്തകം വായിക്കുന്നു, വെളിപ്പാട് പുസ്തകം വായിക്കുന്നില്ല എന്നിരിക്കട്ടെ, എത്രയെത്ര പ്രശ്നം ഉണ്ടാകുന്നു, സീസണനുസരിച്ച് എത്രയെത്ര പകർച്ച രോഗങ്ങൾ ഉണ്ടാകുന്നു, എത്രയെത്ര മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു, എത്രയെത്ര ആക്സിഡന്റ് ഉണ്ടാകുന്നു. വീട്ടിനകത്തായാലും ബാത്റൂമിൽ വീണ് ആക്സിഡന്റായി 2ഉം 3ആയിട്ട് അസ്ഥികൾ ഒടിയുന്നു, ആശുപത്രിയിൽ മാസങ്ങളോളം കിടക്കുന്നു, ചിലപ്പോൾ മരണത്തോളം ആയിപ്പോയ വ്യാധികളാൽ നിറയപ്പെട്ട മറ്റ് അനേകർ മരണത്തിനിടയാകുന്നു. ഇതൊന്നും വെളിപ്പാട് പുസ്തകം വായിച്ചത് കൊണ്ടല്ല, വെളിപ്പാട് പുസ്തകമായിട്ട് ഒരു ബന്ധവുമല്ല. അവർ വെളിപ്പാട് പുസ്തകം വായിക്കുന്നവരല്ല. വായിക്കാത്തവരുടെ മേൽ പോരാട്ടമോ? അതൊക്കെ മനുഷ്യന്റെ അന്ധവിശ്വാസം എന്ന് മാത്രം ഗ്രഹിക്കണം എന്ന് ഞാൻ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് തുടങ്ങിയ പത്രോസ്, യോഹന്നാൻ, എല്ലാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കൃപാവര ശ്രേഷ്ഠന്മാരെന്ന് പറയുന്നതായ ശുശ്രൂഷകന്മാരും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ശരീരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നവരായിരുന്നു. AD 95 മുമ്പാണ് അവർ ജീവിച്ച് രക്തസാക്ഷികളായവരും സ്വാഭാവികമായ മരണത്തിൽ മാറ്റപ്പെട്ടവരും. അന്ന് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിട്ടില്ല, വെളിപ്പാട് പുസ്തകം അവർ വായിച്ചിട്ടില്ല, വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് എന്തെന്നറിയത്തില്ല. എങ്കിലും അവരുടെ ഇടയിൽ ഉണ്ടായ മഹാകഷ്ടവും ആ വിശ്വാസികളുടെ മേൽ വന്ന ഭരണകർത്താക്കൾ അടിച്ചേൽപ്പിച്ചതായ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്ന നിമിത്തവും അനേകർ കൂട്ടമായി രക്തസാക്ഷികളായി തീർന്നതും വെളിപ്പാട് പുസ്തകം വായിച്ചത് കൊണ്ടാണോ? ഇല്ലവേ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം ഓർക്കുക. രോഗം വന്നാലും മരണത്തോളം ആയിപ്പെട്ട അവസ്ഥയിലായാലും വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് വായിച്ചോ ABCD അറിയാത്തവനോ ആയ വ്യക്തികൾക്കും ഇത് സംഭവിക്കുന്നു. മറുവശം പറയട്ടെ, വെളിപ്പാട് പുസ്തകം വായിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരിൽ ഈ വിധത്തിലുള്ള രോഗവും ദുഃഖവും പ്രശ്നങ്ങളും വളരെ കുറവാണ്. അല്പസമയത്തേക്ക് ഒരു പക്ഷേ അത് ഉണ്ടായാലും കരുണാസമ്പന്നനായ കർത്താവ് അത്ഭുത രോഗശാന്തിയിൽ കൂടെയോ വിടുതലിൽ കൂടെയോ അവരെ കൈപിടിച്ചുയർത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഒരു സ്റ്റേജിൽ വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുന്നത് കേട്ടത് കൊണ്ടോ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പ്രസംഗിച്ചത് കേട്ട് മടങ്ങിപ്പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ ആ പ്രസംഗങ്ങളിലോ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു ഭീതി ഉണ്ടായിട്ട് കാൽവിരൽ പോകുന്ന സമയം ഒരു കല്ലിൽ തട്ടി അല്പം കൊന്നു മുറിഞ്ഞാൽ, ചെറിയ ഒരു ഉരസൽ ഉണ്ടായി, ഒരു ആക്സിഡന്റ് അല്ലാത്ത ഒരു ചെറിയൊരു ഉരസം ഉണ്ടായാൽ, യോഗത്തിന്റെ നടുവിൽ തന്നെ ഒരു ബൾബ് അത് പ്രകാശം ഒന്ന് മിന്നി പ്രകാശിച്ചാൽ, അല്ല എങ്കിൽ ഒരു കുഞ്ഞ് ഇതിനിടയ്ക്കിൽ അല്പം ഒന്ന് കരഞ്ഞാൽ, ഇതെല്ലാം പോരാട്ടമാണെന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന ആളുകളുണ്ട്, പ്രാസംഗികരുണ്ട്. പ്രിയമുള്ളവരെ, ഇത് വ്യർത്ഥമാണ്. ഇത് ഒരു കാലത്തും അംഗീകരിക്കാൻ കൊള്ളാത്ത കാര്യമാണ്. വിശ്വാസയോഗ്യമായ ഒരു കാര്യം പറയാം. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കട്ടസമ്പൂർണനുമാകുന്നു. കട്ടസമ്പൂർണനായി ജനിക്കുന്നതായ കുഞ്ഞ് വാർദ്ധക്യത്തിൽ എത്തുന്നവരെയും കട്ടസമ്പൂർണതയിൽ കൂടെയാണ് ജീവിതം. 1 തെസ്സലോനിക്കർ 3-ാം വാക്യത്തിൽ വായിക്കുന്നു, കഷ്ടമനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന സ്ത്രീകന്മാർ പറയുകയാണ്. അവർ അനുഭവിക്കുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു,
കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. 1 ഫിലിപ്പിയർ 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? മാനസാന്തരപ്പെട്ടു, പാപങ്ങളെ ഏറ്റുപറഞ്ഞു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, പാപങ്ങളെ കഴുകിക്കളഞ്ഞു, മരിച്ചവരെ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ പോലെ പുതു മനുഷ്യനായി കർത്താവിനെ സേവിക്കുവാൻ തുടങ്ങി, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ സത്യത്തിലും ആരാധിച്ചും കൃപാവരങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന ഒറ്റയൊറ്റ വിശ്വാസികളോടും ദൈവദാസന്മാരോടും തന്നെയാണ് ഈ വചനം പറയുന്നത്. ക്രിസ്തു യേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ഒരു വരം പോലെയാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. എന്താ അല്പകാലം? ഒരു ആയുസ് മുഴുവനെ അവിടെ അല്പകാലം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, പരീക്ഷയ്ക്കായി അഗ്നിശോധന ഉണ്ടാകും. പരീക്ഷയും അഗ്നിശോധനയും ഉണ്ടായാലും അതിലൊരു അപൂർവ കാര്യം ഉണ്ടായാലും അതിശയിച്ചു പോകരുത്, ക്രിസ്തുവിൽ വിശ്വസിക്കുക. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും കഷ്ടത പ്രശംസനീയമാണെന്നാണ് അവിടെ കാണുന്നത്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ എത്ര വാക്യങ്ങൾ വായിച്ചാലും തീരാത്ത പോലെ ഈ വിഷയങ്ങൾ കിടക്കുന്നു. അതിന്റെ രക്തം ചുരുക്കം പറയട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 18-ാം വാക്യം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആ കഷ്ടത ദൈർഘ്യമെന്ന് പറയുന്നത് 70 സംവത്സരം ഏറെയായോ 80 അതിൽ കൂടുതലായാലും ആ കാലഘട്ടത്തെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിക്കുന്നു, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്നാണ് ഇവിടെ പ്രത്യാശ പൂർണ്ണമായ ഒരു വാക്യം. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നൊടിനേരം എന്ന് പറയുന്നത് ഒരായുസിന്റെ പൂർണ്ണ കാലഘട്ടമാണ്. അത് ലഘുവായ കഷ്ടമാണ്. അത് കഴിയുമ്പോൾ അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരമുണ്ടാകും. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ പറഞ്ഞു വന്നതിന്റെ രക്തം ചുരുക്കം ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം വായിക്കുന്നവന് പോരാട്ടം, കേൾക്കുന്നവർക്ക് പോരാട്ടം, അനുസരിക്കുന്നവർക്ക് പോരാട്ടം. ഇങ്ങനെ പറയുമാറാക്കി ചിന്തിച്ചുമാറാക്കി വെളിപ്പാട് പുസ്തകത്തെ മുദ്രകെട്ട് അത് അടച്ചു വച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം തുറക്കാം, വായിക്കാം, അനുസരിക്കാം, അനുഗ്രഹിക്കപ്പെടാം. ദൈവം ഏവരെയും സഹായിക്കുമാറാകും.